അതെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരേ വാക്ക് പലതവണ ആവർത്തിച്ചു മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാരെല്ലാവരും ഈ ടി.വി ശബ്ദം സഹിക്കാണുകുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ശബ്ദം ഇനിയും കുറച്ചുകൂടി വേണമെന്നു? ഇത് നിങ്ങളുടെ അനുഭവമാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതിന് സമയമാകുന്നത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ചും ഹിയേഴ്സ് ആപ്പ് വഴി അതു എങ്ങനെ സാധ്യമാക്കാം എന്നതുമാണ്. കേൾവിക്കുറവ് പലപ്പോഴും പെട്ടെന്ന് വരുന്നതല്ല. നിങ്ങളുടെ 30 മുതൽ 40 വരെ വയസ്സിനിടയിൽ കേൾവിക്കുറവ് പതുക്കെ വരും. ആദ്യം അത് ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട 5 പ്രധാന ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. 1. എപ്പോഴും ആളുകളോട് വീണ്ടും പറയാൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾ എല്ലായിടത്തും സോറി, നിങ്ങൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിസ്കഷനുകളിൽ. അല്ലെങ്കിൽ ചില വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ വിട്ടുപോയേക്കാം. 2. ടിവിയുടെയും ഫോണിന്റെയും ശബ്ദം കൂടി വെച്ച് കേൾക്കുക. വീട്ടുകാരെല്ലാരും ഈ ടിവിയിൽ ശബ്ദം വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അത് വളരെ കുറവായി തോന്നാറുണ്ടോ? ഇത് ഒരു വലിയ മുന്നറിയിപ്പാണ്. 3. കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ശബ്ദമുള്ള ഇടങ്ങളിൽ. റെസ്റ്റോറന്റുകൾ, കല്യാണങ്ങൾ, ഓഫീസ് മീറ്റിംഗുകൾ. പശ്ചാത്തല ശബ്ദോ കാരണമായി നിങ്ങളുടെ കേൾവി ശരിയായി ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് കേൾവി കുറവായിരിക്കും. 4. അറിയാതെ തന്നെ നമ്മൾ ചുണ്ടുകളുടെ ചലനം ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ആളുകളുടെ സംസാരത്തേക്കാൾ അവരുടെ ചുണ്ടുകളുടെ ചലനമാണോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അത് നിങ്ങളുടെ ഉള്ളിലെ കോപ്പിയിങ് മെക്കാനിസം ആകാം. 5. നിങ്ങൾ സാമൂഹിക സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നു. സംഭാഷണങ്ങൾ വിട്ടുപോകുന്നത് നിരാശാജനകമാണ്. ഒരുപാട് ആളുകൾ ഇതിനാൽ മാറി നിൽക്കുന്നു. അത് അവർക്ക് ഇഷ്ടമല്ലത്തിനാലല്ല, അതുമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിനാലാണ്. സത്യാവസ്ഥ ഇതാണ്. നിങ്ങളുടെ കാതും തലച്ചോറിൽ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കാതുകൾ ചില ശബ്ദങ്ങൾ കൈമാറാതെ ഇരിക്കുമ്പോൾ തലച്ചോറിന് അത് തിരിച്ചറിയാൻ സാധിക്കാതെ വരാം. വൈകിപ്പിക്കുന്നത് നിങ്ങളുടെ കേൾവി സഹായിക്കാനുള്ള ഫലപ്രാപ്തിയെ കുറക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു നടപടി എടുക്കുന്നതിനു വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഭയപ്പെടുത്തുന്നതോ ചിലവരേതോ അല്ല. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ ഹിയേഴ്സ് ആപ്പ് ഉണ്ട്. നിങ്ങളുടെ കേൾവിയുടെ ആരോഗ്യം കൈകാര്യം ചെയ്യാൻ ഹിയേഴ്സ് ആപ്പ് ഒരു എളുപ്പവും വിശ്വസനീയവുമായ പ്ലാറ്റ്ഫോമാണ്. അതിനാൽ സമ്മർദ്ദമില്ല, ആശയക്കുഴപ്പവുമില്ല. ഹിയേഴ്സ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇനി പറയുന്ന സേവനങ്ങൾ ലഭിക്കും. 1. ഒരു ഹിയറിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കോ അടുത്തുള്ള സെന്ററിലോ ബുക്ക് ചെയ്യാവുന്നതാണ്. 2. ഒരു സർട്ടിഫൈഡ് ഓഡിയോളജിസ്റ്റുമായി സംസാരിക്കാം. 3. ഹിയറിംഗ് എയ്ഡുകൾ വീട്ടിൽ തന്നെ പരീക്ഷിക്കാം. നിങ്ങൾക്ക് സംശയമാണോ, അല്ലെങ്കിൽ വ്യക്തമായ ആശങ്കയോ? ഹിയേഴ്സ് ആപ്പ് ഈ പ്രക്രിയയെ വളരെ എളുപ്പവും സ്വകാര്യവുമായതുമാക്കുന്നു. കേൾവിക്കുറവ് സാധാരണമാണ്, പക്ഷേ നിങ്ങൾക്ക് അത് നിരസിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റത്തവണ എങ്കിലും അത് പരിശോധിക്കുക. ഹിയേഴ്സ് ആപ്പിലൂടെ നിങ്ങൾക്ക് ഇപ്പോഴിൽ തന്നെ ഒരു ഹിയറിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യാം. ഇത് വ്യക്തതയോടെ കേൾക്കാനുള്ള യാത്രയിലെ ആദ്യ പടികെട്ടായി മാറാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സന്ദേശം കേൾക്കേണ്ടവരുമായി ഷെയർ ചെയ്യൂ. വീഡിയോ കണ്ടതിനായി നന്ദി. നിങ്ങളുടെ കേൾവിയെ കരുതുക, നിങ്ങളെയും കരുതുക.